അപ്പം ഇനിയും കാര്യങ്ങൾ പുറത്തു വരാൻ ഉണ്ട് എന്നർത്ഥം. ഇതൊരു സൂചന മാത്രമാണ്, ഇത് പ്രൊമോ മാത്രമാണ്. സിനിമ പുറകെ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നും രാംദാസ് കദം പറഞ്ഞിട്ടുണ്ട്. സിനിമ വരാനിരിക്കുന്നേ ഉള്ളൂ, ഇത് ട്രെയിലറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾ മൗനം പാലിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം, ഉദ്ധവിൻ്റെ വിഭാഗം എൻ്റെ മകനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്ന കഥം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രാംദാസ് കദത്തിൻ്റെ മകൻ്റെ രാഷ്ട്രീയ ഭാവി കളയാൻ ഉദ്ധവ് താക്കറെ വിഭാഗം ശ്രമിക്കുമ്പോൾ ഇത് വെളിപ്പെടുത്തുകയാണ്, കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് രാംദാസ് കദം പറയുന്നു. ഈ ബാൽ താക്കറെക്ക് ജയ്ദേവ് താക്കറെ എന്ന് പറഞ്ഞൊരു മകൻ ഉണ്ടായിരുന്നു. പൊതുവെ ഇവിടെയൊന്നും അറിയപ്പെടുന്ന ആളല്ല. അങ്ങേര് വിൽപ്പത്രത്തിനെതിരെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കേസ് കൊടുത്തിരുന്നു. ഉദ്ധവ് താക്കറെ അമിത സ്വാധീനം, അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബാൽ താക്കറെക്ക് വലിയ ബോധം ഉണ്ടായിരുന്നില്ല അവസാന കാലത്ത്. രണ്ട്, ഉദ്ധവ് താക്കറെക്ക് അമിതമായ സ്വാധീനം ബാൽ താക്കറയിൽ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരെയും അകറ്റിയിട്ടേ ഈ പരിതോഷണമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ജയദേവ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും വെറുപ്പിച്ചിട്ട് ഉദ്ധവ് താക്കറെ ഒരു അമിത സ്വാധീനം ചെലുത്തിയിരുന്നു. അതിൻ്റെ കാരണം സത്യത്തിൽ എനിക്കറിയാമെങ്കിലും അത് പറയാൻ കൊള്ളുന്നതല്ല. എന്താണെന്ന് വെച്ചാൽ ഉദ്ധവ് താക്കറെയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടതാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉദ്ധവ് താക്കറെക്ക് അമിത സ്വാധീനം വരുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ധവ് താക്കറെയുടെ ഭാര്യ വഴിയാണ് അമിത സ്വാധീനം എന്നും മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് വിവരമുള്ളവർക്കൊക്കെ ഊഹിക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വിൽപ്പത്രം ഉണ്ടാക്കിയപ്പോൾ താക്കറെക്ക് ബോധമുണ്ടായിരുന്നില്ല. ഇതാണ് രാംദാസ് കദവും അത് മറ്റേ ജയ്ദേവ് താക്കറെയും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിൽപ്പത്രം ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സാമാന്യ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.